നമസ്കാരം. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുതിർന്ന നേതാവ് ജി സുധാകരൻ രംഗത്ത്. താൻ ശബ്ദമുയർത്തുന്നത് പാർട്ടിക്ക് വേണ്ടിയാണ്. വിശ്രമ ജീവിതം നയിക്കാൻ ആരും പറയണ്ട. വിശ്രമ ജീവിതം നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 62 വർഷമായി പാർട്ടിയുടെ ആശയം പ്രചരിപ്പിക്കുന്നയാളാണ്. തൻ്റെ ശബ്ദം ഉയരാതിരിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. അവർക്ക് താൻ വിശ്രമ ജീവിതം നയിക്കണമായിരിക്കും. പത്തനംതിട്ടയിൽ എറിഞ്ഞ കല്ല് അവിടെ തന്നെ കിടക്കുകയാണ്. ഇവിടെ വീണിട്ടില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. വായിൽ തോന്നിയത് പറയുന്ന ജി സുധാകരനെ നിയന്ത്രിക്കണം എന്നായിരുന്നു ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനം. സ്ഥാനങ്ങളില്ലാതെ താൻ 42 വർഷങ്ങൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. തനിക്കെതിരെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനം അത് അയാളെക്കൊണ്ട് ആരും പറയിപ്പിച്ചതാണ്. ഈ അസുഖം ആലപ്പുഴയിലായിരുന്നു, ഇപ്പോൾ പത്തനംതിട്ടയിലേക്കും വ്യാപിച്ചു. 4 വർഷത്തിൽ ഞാൻ 1480 പൊതുപരിപാടികളിൽ പങ്കെടുത്തു. എല്ലാം ആലപ്പുഴ ജില്ലയിലായിരുന്നു. ഇതാണോ വിശ്രമ ജീവിതമെന്നും ജി സുധാകരൻ ചോദിച്ചു. താൻ വായിൽ തോന്നിയത് സംസാരിക്കുന്നുവെന്നാണ് വിമർശനം. വായനാശീലവും ചിന്താശേഷിയും കൊണ്ടാണ് താൻ സംസാരിക്കുന്നതെന്നും ജി സുധാകരൻ പറഞ്ഞു. എഴുന്നേറ്റ് നടക്കാവുന്ന കാലത്തോളം കമ്മ്യൂണിസ്റ്റുകാരന് വിശ്രമമില്ല. തന്നെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പറയിപ്പിച്ചതാണ്. അതാരാണെന്ന് താൻ അന്വേഷിച്ചിട്ടില്ല. എന്നാൽ അത് തന്നെ കേരളം മൊത്തം അപമാനിക്കാൻ വേണ്ടിയുള്ള ആക്ഷേപമാണെന്ന് ജി സുധാകരൻ പറഞ്ഞു. താൻ വായിൽ തോന്നിയത് പറയുന്ന ആളാണെന്ന് ആരാ പറഞ്ഞത്? പാർട്ടി ക്ലാസുകളിൽ നിന്നും വായനയിൽ നിന്നും ലഭിച്ച അറിവ് കൊണ്ടാണ് താൻ സംസാരിക്കുന്നതെന്നും ജി സുധാകരൻ പറഞ്ഞു. എനിക്ക് പ്രാധാന്യമുണ്ട്. ഞാൻ വിശ്രമ ജീവിതം നയിക്കുന്നില്ല. 1480 പൊതുപരിപാടികളിൽ പങ്കെടുത്തു. ജില്ലയ്ക്ക് വേളയിൽ 17 പരിപാടികളിൽ പങ്കെടുത്തു. പരിപാടിക്ക് വിളിക്കുന്നത് എന്തിനാ? ഞാൻ പോകണം എന്നതുകൊണ്ടല്ലേ. പോകുന്ന സ്ഥലത്ത് നിന്ന് പൈസ വാങ്ങിക്കാറില്ല. മിണ്ടാതിരിക്കണമെന്ന് ആജ്ഞാപിക്കാൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലമൊന്നുമല്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. തനിക്കെതിരെ അങ്ങനെ പറയേണ്ട കാര്യമൊന്നും പത്തനംതിട്ടയിലെ സുഹൃത്തിനില്ല. എന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയുള്ള പരാമർശമാണത്. ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയല്ലേ പൊതുപ്രവർത്തകർ സംസാരിക്കേണ്ടത്? എന്റെ വിമർശനങ്ങൾ ഇഷ്ടപ്പെടാത്തവരാണ് വിമർശിക്കുന്നത്. സാമൂഹിക സേവനമാണ് രാഷ്ട്രീയ സേവനത്തിന്റെ അടിസ്ഥാനമെന്നും ജി സുധാകരൻ പറഞ്ഞു. വീട്ടിലിരുന്ന് വിശ്രമിച്ചാൽ മാനസിക രോഗിയാകും, ഭ്രാന്തനാകും. ഞങ്ങളെപ്പോലെയുള്ളവർ വായടച്ചു വെച്ചാൽ മാർക്സിസ്റ്റേതര ആശയങ്ങൾ ശക്തിപ്പെടും. കിട്ടുന്ന വേദികളിൽ പാർട്ടിയുടെ ആശയങ്ങൾ പറയും. എൻ്റെ ശബ്ദം ഉയരുന്നതുകൊണ്ട് പാർട്ടിക്ക് ഗുണമല്ലേ ഉണ്ടാവുകയെന്നും സുധാകരൻ ചോദിച്ചു. ആലപ്പുഴയിലും ചിലർ തന്നെ കല്യാണത്തിലും മറ്റും വിളിക്കരുതെന്ന് പറഞ്ഞിരുന്നു. അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് തൻ്റെ പ്രസ്താവനയെന്ന വിമർശനത്തിലും സുധാകരൻ പ്രതികരിച്ചു. ശ്രദ്ധ പിടിച്ചു പറ്റാനല്ലേ പൊതുപ്രവർത്തകർ സംസാരിക്കേണ്ടത്? അതല്ലേ മാർക്സ് പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ അഭിപ്രായം തുറന്നു പറയും. പാർട്ടിക്ക് അകത്ത് പറയേണ്ടത് അകത്ത് മാത്രമേ പറയൂ. സാമൂഹിക പ്രശ്നങ്ങൾ തുറന്നു പറയണം. പൊതുഖജനാവ് കൊള്ളയടിക്കുന്നവർ, അഴിമതി നടത്തുന്നവർ, വർഗീയവാദികൾ, വൃത്തികേടുള്ളവർ തുടങ്ങിയവരെ താൻ വിമർശിക്കാറുണ്ട്. അത് ഇഷ്ടപ്പെടാത്തവരാണ് തന്നെ വിമർശിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇത് ഞങ്ങളെ പറ്റിയാണെന്ന് സ്വയം ഏറ്റെടുക്കുന്നത് എന്തിനാണെന്നും ജി സുധാകരൻ ചോദിച്ചു. സാമൂഹിക വിമർശനം നടത്താതെ രാഷ്ട്രീയം ശക്തിപ്പെടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിക്കുന്നതിന് മുമ്പ് പി കൃഷ്ണപിള്ള അടക്കം സാമൂഹിക പ്രവർത്തനങ്ങളിലല്ലേ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പങ്കെടുത്തുകൊണ്ടിരുന്നത്? സാമൂഹിക പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിത്തറ. സാമൂഹ്യ പ്രവർത്തനത്തിൽ നിന്നും വഴിമാറിപ്പോയാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആളുണ്ടാകില്ല. ചില പാർട്ടികൾക്ക് സോഷ്യൽ സർവീസ് ഇല്ലാത്തതാണ് ആളില്ലാതാകാൻ കാരണം. CPM സോഷ്യൽ സർവീസ് ഉണ്ട്. താൻ സംസാരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയാണെന്നും സുധാകരൻ പറഞ്ഞു.